ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാൽദീവ്സ് ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യയും മാൽദീവ്സും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിവിധ ഇനങ്ങളിലായി 2000 കോടിയിലേറെ രൂപ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഈ മാസം 15 വരെയാക്കി പുനഃക്രമീകരിച്ചു. നടപടി കാര്യോപദേശക സമിതിയുടെ ശുപാർശ പ്രകാരം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരഫലത്തിനെതിരെയുള്ള പരാതി അപ്പീൽ കമ്മിറ്റി തള്ളി. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ മാൽദീവ്സ് ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. हमारी नेबरहुड फर्स्ट पॉलिसी और सागर विजन ने मालदीव का महत्वपूर्ण स्थान है. भारत ने सदैव मालदीव के लिए फर्स्ट रिस्पॉन्डर की भूमिका निभाई है. चाहे मालदीव के लोगों के लिए एसेंशियल कमोडिटीज की जरूरत पूरा करना हो, प्राकृतिक आपदा के समय पीने का पानी उपलब्ध कराना हो, कोविड के समय वैक्सीन देने की बात हो, भारत ने हमेशा अपने पड़ोसी होने के दायित्व को निभाया है. മാൽദീവ്സിലെ ഹനിമാഥോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിൽ പുതിയ മാൽദീവ്സ് കോൺസുലേറ്റ് തുറക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു. വിവിധ വിഷയങ്ങളിലെ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. 2 സംസ്ഥാനങ്ങളിലെയും എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നക്ഷത്ര ചിഹ്നമിട്ട 49 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹളം. ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം നിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ തദ്ദേശീയവും അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതുമായ ചോദ്യങ്ങളാണ് ചട്ടപ്രകാരം നക്ഷത്ര ചിഹ്നമിടാത്തതാക്കി മാറ്റിയതെന്ന് സ്പീക്കർ എൻ ഷംസീർ മറുപടി നൽകി. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെതിരെ ഭരണപക്ഷം നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിവിധ ഇനങ്ങളിലായി ഇതുവരെ 2135.5 കോടി രൂപ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപേക്ഷകൾ ഓൺലൈൻ ആക്കിയതോടെ ധനസഹായം ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവായതായും നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൊഴിൽ നിയമചട്ടങ്ങൾ കൃത്യമായി പാലിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും പി ചിത്തരഞ്ജൻ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. പൊതുവിപണിയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലൂടെ വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ സഭയെ അറിയിച്ചു. സ്പീക്കറിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നും ദൌർഭാഗ്യകരമായ നിലപാടാണ് നിയമസഭയിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകാതെ പ്രതിപക്ഷം ഓടി ഒളിക്കുകയായിരുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. നിയമസഭയിൽ നടന്ന ഭരണ പ്രതിപക്ഷ പോര് വെറും പ്രഹസനം മാത്രമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. 18 വരെ ചേരാനിരുന്ന സഭാ സമ്മേളനം 15ാം തീയതി വരെയാക്കി ചുരുക്കി. കാര്യോപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമെങ്കിൽ അധിക സമയം സമ്മേളനം ചേരുന്നതിനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണിയിലൂടെ ശബ്ദം കൊണ്ട് വ്യത്യസ്തത പുലർത്തിയ വാർത്താ അവതാരകനായിരുന്നു എം രാമചന്ദ്രനെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വം. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എം രാമചന്ദ്രൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രി എം വിജയകുമാർ,
മുൻ MP പന്ന്യൻ രവീന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 2024 നെഹ്റു ട്രോഫി ജലമേളയിൽ 2ാം സ്ഥാനം നേടിയ വിയപുരം ചുണ്ടന്റെ പരാതി അപ്പീൽ കമ്മിറ്റി തള്ളി. സ്റ്റാർട്ടിംഗ് പിഴവുണ്ടായി എന്ന നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞ കുമരകം ടീമിന്റെ പരാതിയും തള്ളിക്കളഞ്ഞു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി R. രവികുമാർ. 3 മൈക്രോൺ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൽ ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ വിജയ കിരീടം ചൂടിയത്. 2ാം സ്ഥാനം നേടിയ വിയപുരം ചുണ്ടൻ തുഴഞ്ഞ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബും 3ാം സ്ഥാനം നേടിയ നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞ കുമരകം ടൗൺ ബോട്ട് ക്ലബും പരാതിയുമായി രംഗത്ത് വന്നു. കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് ഇപ്പോൾ പുതിയ വിധി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ 6 വിക്കറ്റിന് വിജയിച്ചു. ഇടുക്കി മാങ്കുളത്തെ ആനക്കുളത്തിലേക്ക് വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. പുഴയിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെ കാണാനാണ് സഞ്ചാരികളുടെ വരവ്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മാങ്കുളത്തിന്റെ വിനോദസഞ്ചാരത്തെ സജീവമാക്കുന്നത് പുഴയിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളാണ്. മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആനക്കുളത്തെ കാട്ടാനകളെ കാണാൻ കൂടിയാണ് സഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നത്. വനമേഖലയിൽ ജലലഭ്യത കുറഞ്ഞു തുടങ്ങിയതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ പുഴയിലേക്ക് എത്തി തുടങ്ങി. കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന ഈറ്റച്ചോലയാറ്റിലെത്തി മതിവരുവോളം കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കും. തൊട്ടരികിലെന്നോണം നിന്ന സഞ്ചാരികൾക്ക് ഈ കാഴ്ച കാണാം. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചാൽ സ്വദേശീയരും വിദേശീയരുമെല്ലാം ഒരുമിച്ച് ആനകളുടെ വരവും കാത്ത് ആനക്കുളത്ത് 2025 സർക്കാർ കോട്ടയിൽ ഹജ്ജിന് പോകുന്ന ഹാജിമാരുടെ സെലക്ഷൻ പൂർത്തിയായി. യോഗ്യരായ 1,51,981 അപേക്ഷകരിൽ നിന്ന് 1,22,518 പേരെ തെരഞ്ഞെടുത്തു. ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹാജിമാർ അപേക്ഷിച്ചതെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ നിന്ന് 20,636 അപേക്ഷകൾ ലഭിച്ചു. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ സിദ്ദിഖിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം സിദ്ദിഖിനെ വിട്ടയച്ചു. ശനിയാഴ്ച വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റേഷൻ മസ്റ്ററിംഗ് നടത്താനായി സർക്കാർ നിശ്ചയിച്ച സമയപരിധി നാളെ അവസാനിക്കും. മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശുചിത്വ അവബോധം ജീവിതത്തിൽ പരമാവധി പ്രാവർത്തികമാക്കാൻ എല്ലാ ജനവിഭാഗങ്ങളും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി OR കേളു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെയും ലോക ആവാസ ദിനത്തിന്റെയും ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനകീയ ആസൂത്രണ പദ്ധതിയോടെ ആരംഭിച്ച സമ്പൂർണ്ണ ശൌചാലയ പദ്ധതി കാലത്തിനനുസരിച്ച് ആധുനിക സൌകര്യങ്ങളോടെ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പുതുതായി അനുവദിച്ച കൊല്ലം എറണാകുളം മെമു ട്രെയിനിന്റെ ആദ്യ സർവീസിന് മികച്ച പ്രതികരണം. രാവിലെ 5:55 കൊല്ലം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനിൽ MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ എന്നിവർ യാത്ര ചെയ്തു. സ്പെഷ്യൽ ട്രെയിൻ കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാൽദീവ്സ് ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും മാൽദീവ്സും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിവിധ ഇനങ്ങളിലായി 2000 കോടിയിലേറെ രൂപ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഈ മാസം 15 വരെയാക്കി പുനഃക്രമീകരിച്ചു. നടപടി കാര്യോപദേശക സമിതിയുടെ ശുപാർശ പ്രകാരം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സര ഫലത്തിനെതിരെയുള്ള പരാതി അപ്പീൽ കമ്മിറ്റി തള്ളി. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.